മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് റേഷനൊക്കെ ഉണ്ടോ, ഫുഡൊക്കെ എല്ലാം വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഇന്ന് രാവിലെയൊക്കെ ആരാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയതൊക്കെ ഷോക്കാണ്, അതുകൊണ്ട് രാത്രി ഞാൻ കയറാമെന്ന് കരുതിയെന്ന് അനുമോൾ പറയുന്നുണ്ട്. നീ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ കയറിക്കൊണ്ടിരിക്കേണ്ട, ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. എന്നാൽ ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കോളാം. ഈ 25 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല, ഭയങ്കര റിസ്ക്കാന്ന് അനുമോൾ പറയുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, നീ അതൊന്നും നോക്കണ്ട, എല്ലാവരും കൂടി ഉണ്ടാക്കട്ടെ, കഞ്ഞിയെങ്കിൽ കഞ്ഞി, അതൊക്കെ മതി എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ആരും എവിക്റ്റാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല നടക്കുന്നത് പുറത്തുനിന്ന് പറയുന്നുണ്ട്. വിന്നർ പോലും ആരാകുമെന്ന് അറിയില്ല എന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുമോൾക്ക്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഏകദേശം മനസ്സിലായി, ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ടാസ്കിലൂടെയാണ് എനിക്ക് മനസ്സിലായത് അനീഷേട്ടൻ തന്നെയാണ്. ഇന്ന് ഞങ്ങൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ സൽപ്രവൃത്തി ചെയ്തത് ആരാന്ന്. എന്നെ ഞെട്ടിച്ചത് അതൊന്നുമല്ല, ഇവിടുന്ന് വന്നവരും പോയവരും എല്ലാവരും അനീഷേട്ടൻ്റെ പേരാണ് പറഞ്ഞത്. അനീഷേട്ടൻ തന്നെയാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെ ആകണമെന്നൊന്നുമില്ല, നിന്നെ തകർക്കാൻ പലരും പലതും പറയും, അതൊന്നും നീ കേട്ട് വിശ്വസിക്കേണ്ടെന്ന് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പോയതിന് ശേഷം ആരെയും കോൺടാക്ട് ചെയ്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു എന്ന് ലക്ഷ്മിനോട് അനുമോൾ പറയുന്നുണ്ട്. അതെ, ഞാൻ ബിന്നിനെ മാത്രമാണ് കോൺടാക്ട് ചെയ്തത്, കാരണം ബിന്നിൻ്റെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വിളിച്ചത്. പിന്നെ എനിക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാനും അതേപോലെ തന്നെ സംസാരിക്കാനും താല്പര്യമില്ല, ഇവിടെ ആരും എനിക്ക് വിശ്വാസമില്ല എന്ന് തന്നെ ലക്ഷ്മി തീർത്തും പറയുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ബന്ധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ പ്രശ്നങ്ങൾ വരും, അത് നമ്മൾ ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്ന എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇവിടെ ഞാൻ ആരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാത്തത്. ആകെ ഞാൻ കുറച്ച് നേരം സംസാരിക്കുന്നത് സാബുമാനോട് മാത്രമാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഫിനാലേൻ്റെ ഡ്രസ്സൊക്കെ വന്നോന്ന് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്.